ടീമേ ഗാലിയോലൈൻ ഷിപ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് നേരെ ഗൾഫ് ഓഫ് ഗഡൻസ്ക് എന്നറിയപ്പെടുന്ന ബെർണോ ബീച്ച് കാണാനാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഗഡൻസ്കിൽ നിന്ന് നമുക്ക് ഈ ബീച്ചിൽ എത്താൻ പറ്റും. അന്ന് ഇറങ്ങണ അതിൻ്റെ ഫ്രണ്ടിലാണ് 2 സൈഡിൽ കുറേ ഷോപ്സും ഗെയിംസും എല്ലാം കാണാൻ പറ്റും. ഈ ബീച്ചിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മണ്ണ് തന്നെയാണ്. നമ്മുടെ യൂറോപ്പിലെ ബീച്ച് വിസിറ്റ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഉള്ളംകാല് വേദന എടുക്കും സാധാരണ ബീച്ചിൽ നടന്നു. അത്രയും കല്ലായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ആ മണ്ണിൽ ചവിട്ടി നടക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒട്ടുക്കത്ത ഭംഗിയാണ്. ഞാൻ തന്നെ വിചാരിച്ചു എവിടെയാണ് ചെന്ന് പെട്ടേക്കണമെന്ന്. കാരണം കുറച്ച് റെസ്റ്റോറൻറ്റ്സാണ് ഉള്ളത്, പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എന്താ പറയുക, നമ്മൾ ഏത് ഫ്രെയിമിൽ എന്നാലും നമ്മളെ കാണാൻ തന്നെ ഒടുക്കത്തെ ക്യാമറ ആയിരിക്കും. അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഒരു ബീച്ച്. ഞാൻ ഏകദേശം ഒരു ഈവനിങ് ടൈമിൽ എത്തിയത്, ഒരു സൺസെറ്റിൻ്റെയൊക്കെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. സ്കൈയും മൊത്തത്തിലുള്ള ആംബിയൻസും എല്ലാം ഭയങ്കര കിടിലനായിരുന്നു. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ സൂപ്പർ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെയല്ല, സൂപ്പർ ചീപ്പാണ് ആക്ച്വലി. ഒരു ബിയറിന് 2 യൂറോ 3 യൂറോ. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും പറയണമെങ്കിലും നിസ്സാര പൈസയെ വന്നുള്ളൂ. അപ്പോൾ വന്നവർ മസ്റ്റായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ലൈഫിലെ ഏറ്റവും വലിയ സമാധാനമോ അത് ഇവിടെ വന്നൊരു 10 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം അങ്ങനത്തെ ഒരു ആംബിയൻസും ഈ കടലിൽ നിന്നുള്ള ഒച്ചയാണെങ്കിലും എല്ലാം കൊണ്ട് എന്താ ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ വന്നവർ എന്തായാലും മസ്റ്റായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വൻ നഷ്ടമായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.